ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസിൽ ഇന്നത്തെ ടോപ്പിക്കാണ് പോളിന്യൂക്ലിയർ ആരോമാറ്റിക് കോമ്പൗണ്ട്സ്. So what is polynuclear aromatic compounds? As the title indicates, ഒന്നിലധികം ന്യൂക്ലിയസ് ഉള്ള 4n+2π ഹക്കൽസ് റൂൾ ഒബേ ചെയ്യുന്ന ആരോമാറ്റിക് കോമ്പൗണ്ട്സിനെ പോളിന്യൂക്ലിയർ ആരോമാറ്റിക് കോമ്പൗണ്ട്സ് അഥവാ പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് എന്ന് വിളിക്കുന്നു. അതായത് പോളിന്യൂക്ലിയർ ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരം കോമ്പൗണ്ട്സിൽ എന്തുണ്ടാകും, ഒന്നിലധികം സൈക്ലിക് സ്ട്രക്ചർ ഉണ്ടായിരിക്കും, ഹൈഡ്രോകാർബൺസ് ഉണ്ടായിരിക്കും, അത് ആരോമാറ്റിക് ഇൻ നാച്ചർ ആയിരിക്കും. ആരോമാറ്റിക് ഇൻ നാച്ചർ എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് സൈക്ലിക് ആയിരിക്കും, പ്ലെനാർ ആയിരിക്കും, ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് എ കോൺജുഗേഷൻ. ദാറ്റ് മീൻസ് അതിലുള്ള ഈച്ച് കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. മാത്രമല്ല ഇത് ഹക്കൽസ് റൂൾ ഒബേ ചെയ്തിരിക്കണം. ഇനി പോളിന്യൂക്ലിയർ ആരോമാറ്റിക് കോമ്പൗണ്ട്സിൻ്റെ കുറച്ച് ടിപ്പിക്കൽ എക്സാമ്പിൾസ് നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ പറ്റും. അതായത് ഇവിടെ ഫസ്റ്റ് പിക്ചറിൽ നാഫ്തലീൻ, സെക്കൻഡ് വൺ ആന്ത്രസീൻ, തേർഡ് വൺ ഫിനാന്ത്രീൻ. ഇത്രയാണ് പോളിന്യൂക്ലിയർ ആരോമാറ്റിക് കോമ്പൗണ്ട്സിനെ പറ്റി പറയാനുള്ളത്. അടുത്തത് നോമൻക്ലേച്ചർ ആൻഡ് ഐസോമെറിസം ഇൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് നാഫ്തലീൻ ആൻഡ് ആന്ത്രസീൻ. സബ്സ്റ്റിറ്റ്യൂട്ടഡ് നാഫ്തലീൻ്റെ ഐസോമെറിസവും നോമൻക്ലേച്ചറും. ഇവിടെ ഫസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നാഫ്തലീനെ പറ്റിയിട്ടാണ്. കാരണം പിക്ചറിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് നാഫ്തലീൻ ആണ്. ദാറ്റ് ഈസ് ഫിഗർ 5.12 നിങ്ങൾക്ക് എ പിക്ചറും ബി പിക്ചറും കാണാൻ പറ്റും. എ പിക്ചർ കൊടുത്തിരിക്കുന്നത് നാഫ്തലീൻ്റെ എ പിക്ചർ IUPAC ഫോമിൽ എങ്ങനെ നെയിം ചെയ്യാമെന്നുള്ളൊരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ബിയിൽ കോമൺ നെയിം എങ്ങനെ ഈ നാഫ്തലീൻ കൊടുക്കുക എന്നുള്ള പിക്ചറാണ് തന്നിരിക്കുന്നത്. അതായത് ഫിഗർ എയിൽ 1 2 3 4 5 6 7 8 എന്നാണ് നമ്പറിങ് കൊടുത്തിരിക്കുന്നത്. ഇനി 9ഉം 10ഉം കൂടി ഉണ്ട്. അതായത് 8 കഴിഞ്ഞാലുള്ള കാർബണിൻ്റെ മോള് നമുക്ക് 9 എന്ന് കൊടുക്കാം. അതിൻ്റെ നേരെ ആ ഡബിൾ ബോണ്ടിൻ്റെ നേരെ താഴെയുള്ള കാർബണിന് നമുക്ക് 10 എന്ന് കൊടുക്കാം. ഇവിടെ പക്ഷേ അത് കൊടുത്തിട്ടില്ല. അത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ ഇത് ഈ ഫസ്റ്റ് പിക്ചർ, ഈ നമ്പറിങ് ചെയ്തിരിക്കുന്ന പിക്ചർ IUPAC ഫോമിലാണ് നമ്മൾ നെയിമിങ് ചെയ്ത് കൊടുക്കുക. അതായത് നമുക്ക് ഈ ഫസ്റ്റ് പൊസിഷനിൽ നമുക്ക് ഒരു OH ഗ്രൂപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ എന്താണ് 1 നാഫ്തോൾ എന്നൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ സെക്കൻഡ് പിക്ചറിൽ നമ്പറിങ് അല്ല കൊടുത്തിരിക്കുന്നത്, ആൽഫ ബീറ്റ എന്ന് പറഞ്ഞിട്ടാണ് ആ പിക്ചറിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നാഫ്തലീനെ ആൽഫ ബീറ്റ എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആൽഫ പൊസിഷനിൽ ഒരു OH ഗ്രൂപ്പ് വന്നാൽ ആൽഫ നാഫ്തോൾ എന്നും ബീറ്റ പൊസിഷനിൽ ഒരു OH ഗ്രൂപ്പൊക്കെ വന്നാൽ ബീറ്റ നാഫ്തോൾ എന്നൊക്കെ കൊടുക്കാം. ആൻഡ് നമുക്കിവിടെ വേറൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെ താഴെ 5.13. ഈ ഒരു ചിത്രത്തിൽ എന്താണ് കാണുന്നത്, ഇത് ഹൈലി കോൺജുഗേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. കോൺജുഗേറ്റഡ് ആൻഡ് എന്താണ് ഓൾ കാർബൺ ഇൻ ദ നാഫ്തലീൻ ആർ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഈ നാഫ്തലീനിലുള്ള എല്ലാ കാർബൺ ആറ്റവും sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ആ ഒരു റെസനേറ്റിംഗ് സ്ട്രക്ചറിൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇനി നമ്മൾ അടുത്തത് എന്താണ്, ഞാൻ നേരത്തെ ഹക്കൽസ് റൂൾ ആരോമാറ്റിസിറ്റീൻ്റെ ഒരു റൂളൊക്കെ പറഞ്ഞു അല്ലേ. അതായത് ഒരു കോമ്പൗണ്ട് ആരോമാറ്റിക് ആണെന്ന് പറയണമെങ്കിൽ അതെന്തായിരിക്കും, അത് സൈക്ലിക് ആയിരിക്കണം, പ്ലെനാർ ആയിരിക്കണം, അതുപോലെ തന്നെ അതിനെന്തായിരിക്കും ഷുഡ് ഹാവ് എ കോൺജുഗേഷൻ. അതായത് അതിൻ്റെ മുകളിലുള്ള എല്ലാ കാർബൺ ആറ്റവും sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ എന്തായിരിക്കും, അത് ഹക്കൽസ് റൂൾ ഒബേ ചെയ്യണമെന്ന്, അതായത് 4n+2π ഹക്കൽസ് റൂൾ ഒബേ ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇനി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ നാഫ്തലീൻ്റെ എന്താണ് നെയിമിങ് കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ തൊട്ട് മുന്നത്തെ സ്ട്രക്ചർ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ഫസ്റ്റ് IUPAC ഫോമിലാണെങ്കിൽ നമ്മൾ 1 2 3 എന്നാണ് കൊടുക്കുന്നത്. കോമൺ നെയിമിൻ്റെ ഫോമിലാണെങ്കിൽ നമ്മൾ ആൽഫ ബീറ്റ എന്നാണ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് നമുക്ക് പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് എന്താണ്, നാഫ്തലീൻ്റെ മോള് ഒരു ക്ലോറിൻ അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ 1 ക്ലോറോ നാഫ്തലീൻ എന്നാണ് പറയുന്നത്. ആ 1 എന്ന് പറയാൻ കാരണം തൊട്ട മുന്നേ പിക്ചറിൽ ഇവിടെ ഫസ്റ്റ് 1 എന്നുള്ള കാർബണിൻ്റെ മോളാണ് ആ OH ക്ലോറിൻ ഇവിടെ അറ്റാച്ച്ഡ് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ 1 ക്ലോറോ നാഫ്തലീൻ എന്ന പേര് കൊടുത്തത്. ഇനി കോമൺ നെയിം നോക്കുകയാണെങ്കിൽ ഇവിടെ ആൽഫ ക്ലോറോ നാഫ്തലീൻ ആണ്. എന്തുകൊണ്ടാണ് ആൽഫ ക്ലോറോ നാഫ്തലീൻ കൊടുത്തത്? മുന്നേയുള്ള പിക്ചറിൽ നിങ്ങൾക്ക് ആൽഫ പൊസിഷൻ കണ്ടോ, ആ ആൽഫ ഫസ്റ്റ് കാർബൺ കണ്ടോ, ആൽഫ പൊസിഷനിലെ മോളാണ് ഇവിടെ ക്ലോറിൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ആൽഫ ക്ലോറോ നാഫ്തലീൻ എന്ന് വിളിക്കാം. സെക്കൻഡ് പിക്ചറിൽ നിങ്ങൾക്ക് കാണാം എന്താണ് 2 ക്ലോറോ നാഫ്തലീൻ, അതും
സെക്കൻഡ് പൊസിഷനല്ലേ ഈ പിക്ചറിൽ? സെക്കൻഡ് പൊസിഷൻ ആയതുകൊണ്ട് 2-chloro-naphthalene ആണ്. ആൻഡ് കോമൺ നെയിം എന്താണ്? ബീറ്റ. കണ്ടോ, ഈ ബീറ്റ പൊസിഷനിലാണ് ഇവിടെ ക്ലോറിൻ അറ്റാച്ച്ഡ് ആയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് β-chloro-naphthalene എന്ന് വിളിക്കാം. അടുത്ത പിക്ചറിൽ എന്താണ്? 1-naphthol ആണ് കൊടുത്തിരിക്കുന്നത്. നാഫ്തലീൻ്റെ അത് IUPAC നെയിമാണ് 1-naphthol. ഇനി കോമൺ നെയിം കൊടുക്കുകയാണെങ്കിൽ അതിനെ ആൽഫ-naphthol എന്ന് വിളിക്കാം. അടുത്ത പിക്ചറിൽ 2-naphthol ആണ്. അതായത് സെക്കൻഡ് പൊസിഷനിൽ ഒരു OH ഗ്രൂപ്പ് വന്നിട്ടുണ്ട് നാഫ്തലീൻ്റെ. അപ്പോൾ അതിനെ 2-naphthol എന്ന് വിളിക്കാം IUPACയിൽ. ഇനി കോമൺ നെയിം ആണെങ്കിൽ അത് ബീറ്റ പൊസിഷനിലാണ് അവിടെ OH ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആയിരിക്കുന്നത്. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് β-naphthol. പിന്നെയും എക്സാമ്പിൾ ഉണ്ട്. അതായത് ഈ നാഫ്തലീൻ്റെ മുകളിൽ നൈട്രോ ഗ്രൂപ്പ് അതിൻ്റെ ഫസ്റ്റ് പൊസിഷനിൽ അല്ലെങ്കിൽ ആൽഫ പൊസിഷനിൽ നൈട്രോ ഗ്രൂപ്പ് വന്ന് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? 1-nitro-naphthalene എന്നും വിളിക്കാം IUPACൻ്റെ ഫോം ആണെങ്കിൽ. കോമൺ നെയിം ആണെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? ആൽഫ-nitro-naphthalene എന്ന് വിളിക്കാം. അതിൻ്റെ സെക്കൻഡ് പിക്ചറിൽ നാഫ്തലീൻ്റെ കൂടെ എന്താണ്? NH2 ഒരു അമൈനാണ് അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അത് സെക്കൻഡ് പൊസിഷനിലാണ് അവിടെ അറ്റാച്ച്ഡ് ആയിരിക്കുന്നത്. നിങ്ങൾക്കതും കാണാം. കണ്ടോ, ഇവിടെ നാഫ്തലീൻ്റെ സെക്കൻഡ് പൊസിഷനാണിത്. സോ സെക്കൻഡ് പൊസിഷനിലാണ് ഇവിടെ NH2 ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആയിരിക്കുന്നത്. സോ ഇതെന്താണ്? 2-naphthylamine എന്നാണ് ഇതിനെ വിളിക്കുന്നത് IUPACയിൽ. കോമൺ നെയിം ആണെങ്കിൽ എന്തായിരിക്കും? ഓക്കെ, β-naphthylamine. ആൻഡ് ദ തേർഡ് പിക്ചർ ഈസ് എന്താണ്? നാഫ്തലീൻ്റെ മുകളിൽ ഒരു ആസിഡിക് ഗ്രൂപ്പാണ്, അതായത് COOH ആസിഡാണ് അറ്റാച്ച്ഡ് ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വിളിക്കാം? 1-naphtholic acid. ഇനി കോമൺ നെയിം ആണെങ്കിൽ ആൽഫ-naphtholic acid എന്ന് വിളിക്കാം. തീർന്നില്ല. നെക്സ്റ്റ് വൺ. നമ്മൾ ഈ ഒരു നാഫ്തലീൻ്റെ മുകളിൽ ഇതുവരെ മോണോ സബ്സ്റ്റിറ്റ്യൂവൻ്റ്, നേരത്തെ പിക്ചറിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ എന്താണ്? ഇതൊക്കെ എന്താണ്? മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് നാഫ്തലീൻ ആണ്. ഇനി ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് നാഫ്തലീൻ്റെ കേസാണ് നേരെ ഇപ്പുറത്ത് പറയുന്നത്. കണ്ടോ, ഇവിടെ എന്താണ്? നാഫ്തലീൻ്റെ മുകളിൽ 2 സബ്സ്റ്റിറ്റ്യൂവൻ്റ് വന്നിരിക്കുന്നുണ്ട് അല്ലേ? ഇവിടെ ഫസ്റ്റ് പിക്ചറിൽ എന്താണ്? 1,5-dinitro-naphthalene പിക്ചറാണ് കാട്ടുന്നത്. കാരണം എന്താണ്? ഇതിൻ്റെ ഫസ്റ്റ് പൊസിഷനിൽ ഒരു നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഫിഫ്ത്ത് പൊസിഷനിൽ ഒരു നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ 2 നൈട്രോ ഗ്രൂപ്പ് ഈ നാഫ്തലീൻ്റെ മുകളിൽ വന്നു. അപ്പോൾ ഒരേപോലത്തെ ഗ്രൂപ്പ് ഒന്നിലധികം വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ഡൈ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ 3 എണ്ണം വന്നിട്ടുണ്ട് ട്രൈ എന്ന് വിളിക്കാം, 4 എണ്ണം വന്നിട്ടുണ്ട് ടെട്ര എന്ന് വിളിക്കാം. അങ്ങനെയാണ് നെയിമിങ് ചെയ്തു പോകുന്നത്. അപ്പോൾ ഇവിടെ 2 നൈട്രോ ഗ്രൂപ്പാണ് നാഫ്തലീൻ്റെ മുകളിൽ അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? 1,5-dinitro-naphthalene. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് നെയിമിങ് കൊടുക്കാൻ പറ്റുന്നൊരു കോമ്പൗണ്ടാണ് 1,5-dinitro-naphthalene. ഇനി അടുത്തത്, അതായത് രണ്ടാമത്തെ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും 2 ഡിഫറെൻറ്റ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണ് നാഫ്തലീൻ്റെ മുകളിൽ വന്ന് അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുന്നത്. അതായത് അതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്പറിംഗ് ആണ് കൊടുക്കേണ്ടത് അല്ലേ? IUPACൻ്റെ ഫോമിൽ ആദ്യം നമ്പറിംഗ് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ 1, 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ സെക്കൻഡ് പൊസിഷനിലാണ് നമുക്ക് OH ഗ്രൂപ്പ് ഉള്ളത്. തേർഡ് പൊസിഷനിലൊന്നുമില്ല, ഫോർത്ത് പൊസിഷനിലൊന്നുമില്ല, ഫിഫ്ത്ത് പൊസിഷനിലൊന്നുമില്ല, സിക്സ്ത് പൊസിഷനിൽ അവിടെ ഒരു അമൈനോ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? 6-amino-2-naphthol എന്നാണ് ഇതിൻ്റെ പേര്. ആൻഡ് ദ തേർഡ് പിക്ചർ ഇസ് എന്താണ്? ഒരു അസിഡിക് ഗ്രൂപ്പും ഉണ്ട്, ഒരു ക്ലോറിനും ഉണ്ട് അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ ഇവിടെ ഫസ്റ്റ് പൊസിഷനിൽ ഒരു ആസിഡിക് ഗ്രൂപ്പാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. തേർഡ് പൊസിഷനിലാണ് നമുക്ക് എന്ത്? ക്ലോറിൻ പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കതിനെ എങ്ങനെ നെയിമിങ് ചെയ്യാം? 3-chloro-1-naphtholic acid എന്ന് പേര് കൊടുക്കാം. ഇത്രയാണ് നാഫ്തലീനെ പറ്റിയിട്ട്. ഇനി ആന്ത്രസീൻ്റെ കേസിൽ വരികയാണെങ്കിൽ ആന്ത്രസീനിൽ നിങ്ങൾക്ക് ഫിഗർ 5.12 അതിൻ്റെ സ്ട്രക്ചർ ക്ലിയർ ആയിട്ട് IUPAC ഫോമിൽ കാണാം. അതുപോലെ തന്നെ കോമൺ നെയിമിൻ്റെ രീതിയിലും അവിടെ പൊസിഷൻ ചെയ്തിട്ടുണ്ട്. IUPACൻ്റെ കേസിൽ എന്താണ്? നമ്പറിംഗ് ആണ് കൊടുത്തത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇവിടെ ഫിനാന്ത്രീൻ്റെ കേസിൽ നമ്പറിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഒരു കണ്ടിന്യൂഷൻ ആയിട്ടല്ല അത് പോകുന്നത്. അത് ഫസ്റ്റ് റൈറ്റ് സൈഡിലുള്ള ഫസ്റ്റ് റിങ് കഴിഞ്ഞാൽ നേരെ ലെഫ്റ്റ് സൈഡിലുള്ള റിങ്ങിനാണ് നമ്മൾ പേര് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അതിലെ നടുക്കുള്ള ആ ഒരു റിങ്ങിന് നമ്മൾ നമ്പറിങ് കൊടുക്കുന്നത്. ആ 9 and 10 നടുക്കാണ് വരുന്നത്.
അത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക, അത് പഠിക്കുക. ആൻഡ് ദ സെക്കൻഡ് പിക്ചറിലും അതുപോലെ തന്നെ എന്താണ് കൊടുത്തിരിക്കുന്നത്? ആൽഫ, ബീറ്റ, ആൽഫ, കണ്ടോ? ഓക്കെ, അതും നേരെ ഫസ്റ്റ് റൈറ്റിലുള്ള ആ ഒരു റിങ് കഴിഞ്ഞാൽ നേരെ ലെഫ്റ്റ് എൻഡിലുള്ള റിങ്ങിലേക്കാണ് പോകുന്നത്. അതിന് ശേഷമാണ് ഗാമ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ആ നെയിമിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫിനാന്ത്രീൻ്റെ കേസിൽ നല്ലോണം ശ്രദ്ധിക്കണം. സോറി, ഫിനാന്ത്രീനല്ല, എന്താണ്, ആന്ത്രസീൻ്റെ കേസിൽ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഫിനാന്ത്രസീൻ എന്ന് ഞാൻ ഫിനാന്ത്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്യുക, ആന്ത്രസീനാണ്. ഓക്കെ, അപ്പോൾ ആന്ത്രസീൻ്റെ നെയിമിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ആന്ത്രസീൻ എന്താണ്, അതിൻ്റെ മേലത്തെ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 9th പൊസിഷനിലാണ് ഒരു ക്ലോറിൻ വന്ന് അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് 9 ക്ലോറോ ആന്ത്രീൻ എന്ന് വിളിക്കാം. സെക്കൻഡ് പിക്ചർ എന്താണ്, ഒരു SO3H ആണ് അവിടെ, അതും ഒരു എന്താണ് സെക്കൻഡ് പൊസിഷനിൽ. അപ്പോൾ സെക്കൻഡ് പൊസിഷനിലാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നത്, ഇതിനെ നെയിമിങ് ഈ എന്താണ് 9 ക്ലോറോ ആന്ത്രസീൻ കൊടുത്ത പോലെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് വിളിക്കാൻ പറ്റില്ല. ഇതിനെ നമ്മൾ ഫസ്റ്റ് ആന്ത്രസീൻ കൊടുത്തിട്ട് ആ പൊസിഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് വരുന്നത്? ആന്ത്രസീൻ 2 സൾഫോണിക് ആസിഡ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അടുത്തത് ഇതിൻ്റെ 9th പൊസിഷനിലും 10th പൊസിഷനിലും NO2 ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. അത് രണ്ടും സിമിലർ ഗ്രൂപ്പാണല്ലോ, NO2 അല്ലേ രണ്ടും. അപ്പോൾ അതിനെ നമുക്ക് ഡൈനൈട്രോ എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ 9, 10 ഡൈനൈട്രോ ആന്ത്രസീൻ. ഇത്രയുമാണ് പോളിന്യൂക്ലിയർ ആരോമാറ്റിക് കോമ്പൗണ്ട്സ് അഥവാ പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിനെ പറ്റി പറയാനുള്ളത്.